പറവൂരിൽ 3 വയസ്സുകാരിയുടെ ചെവി കടിച്ചെടുത്ത തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുരുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. നായ കുട്ടിയെ കടിച്ച ദിവസമായ ഞായറാഴ്ച തന്നെ ചത്തിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മണ്ണുരുത്തിയിലെത്തിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ചെവി പിന്നീട് വച്ചുപിടിപ്പിച്ചു. ക്ഷേത്ര പരിസരത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ വലതു ചെവി തെരുവുനായ കടിച്ചെടുത്തത്. ശബ്ദം കേട്ട് കുട്ടിയുടെ അച്ഛനും പരിസരത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നവരും നായയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും നായ ചാടിക്കടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കുട്ടിയുടെ ചെവി ഭാഗം അറ്റുനിലത്ത് വീണു. തുടർന്ന് കുഞ്ഞിനെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വാക്സിനേഷൻ എടുത്തു. ചെവിയുടെ അറ്റുപോയ ഭാഗം പ്ലാസ്റ്റിക് കവറിലാക്കി ഉടൻ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പിന്നാലെ രാത്രി വൈകി കുട്ടിയെ എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെവി പിന്നീട് പ്ലാസ്റ്റിക് സർജറി വഴി വച്ചുപിടിപ്പിച്ചു. സംഭവത്തിൽ നാട്ടുകാരും ജനസംഘടനകളും വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. വെറുതെ ശമ്പളം മാത്രം മോഹിച്ച് അധികാരികളും ഉദ്യോഗസ്ഥരും ഓഫീസുകളിൽ ഇരുന്നിട്ട് കാര്യമില്ല. നാട്ടിൽ മനുഷ്യർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. കാട്ടിൽ മൃഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. ഇതിൽ ഇത്ര ആലോചിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു. കുരുന്നുകളുടെ ഇത്തരം അവസ്ഥകൾ കണ്ടിട്ടും കണ്ണു നിറയുന്നില്ല, മനസ്സലിയുന്നില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല മൃഗമാണ് എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വച്ചുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ലെന്ന് CBCI യൂണിഫോമിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വിവാദത്തിലാണ് CBCIയുടെ പ്രതികരണം. SDPIയുടെ നേതൃത്വത്തിൽ ഇത്തരം ഇടപെടലുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ജനാധിപത്യ മതേതര സംവിധാനത്തിന് വിലങ്ങുതടിയാകുന്ന തരത്തിലാണ് ഇവരുടെ ഇടപെടലുകൾ. ഭരണഘടന അനുവദിച്ച മൗലികാവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ്. യൂണിഫോം സംബന്ധിച്ച് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് ഇവർ. ഒരു കുട്ടിയെ മുൻനിർത്തി തീവ്ര അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും CBCI ചൂണ്ടിക്കാട്ടി. ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് SDPI ഭീഷണിയെ തുടർന്ന് സ്കൂൾ 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളിന് ഹൈക്കോടതി പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്.